ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെട്ടതിൽ പോലീസ് റിപ്പോർട്ട് തള്ളി ഭരണസമിതി. സ്വർണമോ മറ്റ് അമൂല്യ വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന വിലയിരുത്തലാണ് ഭരണസമിതി. പരിശോധനയിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചുവെന്നും സർക്കാരിനെ അറിയിക്കുമെന്നും ഭരണസമിതി വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്നും അറിയിക്കും. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരിമോഹൻ, ഭരണസമിതി പറയുന്ന ഒന്നും പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയി എന്ന കണ്ടെത്തൽ ആരുടേതായിരുന്നു? മാധു, ഇതിൽ സംസ്ഥാന പോലീസ് മേധാവി ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ വിശദമായ മറ്റൊരു റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടത് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയത്. ആ റിപ്പോർട്ട് പ്രകാരം വലിയ രീതിയിലുള്ള അമൂല്യ സ്വത്തുക്കൾ സൂക്ഷിക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട സ്വർണവും വജ്രവും അടക്കമുള്ള ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല കടുത്ത സുരക്ഷാ ലംഘനം കൂടി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ക്ഷേത്രത്തിന്റെ ഭരണസമിതി ഒരു യോഗം ചേർന്നിരുന്നു. ആ ഭരണസമിതി വിലയിരുത്തുന്നത് ഈ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണ്. ആ റിപ്പോർട്ടിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് തങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഒരു തരി സ്വർണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അമൂല്യ വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ല. ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ കൃത്യമായി അറിയിക്കും എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. അതായത് പോലീസ് റിപ്പോർട്ട് പൂർണ്ണമായി തള്ളിക്കൊണ്ട് അതിനകത്ത് പറയുന്ന ഒരു കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഭരണസമിതിയുടെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കത്ത് അത് മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ കൈമാറാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടിയാണ് ഇപ്പോൾ ഭരണസമിതി എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചിട്ടുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചിട്ടുള്ള ഒരു കണ്ടെത്തൽ ഇപ്പോൾ ഈ പോലീസ് നടത്തിയിട്ടുണ്ട്. ഭരണസമിതി അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിനെ രേഖാമൂലം അറിയിക്കുകയും ചെയ്താൽ പിന്നെ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ഇപ്പോ മറ്റ് ദേവസ്വം ക്ഷേത്രങ്ങളിലേതുപോലെയല്ല ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണവും അവിടുത്തെ അമൂല്യ വസ്തുക്കളുടെ ശേഖരവും അതിന്റെ സുരക്ഷയും ഒക്കെ മറ്റു തരത്തിലാണ് പരിപാലിക്കപ്പെടുന്നത്. അവിടെയുള്ള സാധനങ്ങളുടെ കണക്കുകളടക്കം ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നഷ്ടപ്പെട്ടാൽ തന്നെ സാധൂകരിക്കാനോ തെളിയിക്കാനോ കഴിയുന്ന എന്തെങ്കിലും സാധ്യതയുണ്ടോ ഭരണസമിതി നിരാകരിച്ചാൽ? മാധു, അതിലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു പ്രസ്താവന വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ടത്. അതായത് ഈ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ, ഈ റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഭരണസമിതിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭരണസമിതിയാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയോ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുകയോ വേണ്ടത് എന്നുള്ളതാണ്. അതായത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയവും അത് തന്നെയാണ്. ഇതിൽ ഭരണസമിതിക്കാണ് അന്തിമ അധികാരം, അതിന്റെ ഒരു റോൾ നിർവഹിക്കാനുള്ളത് അവർക്കാണ് എന്നുള്ളത് കൊണ്ടാണ് അന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഒരു മറുപടിയായി ഇത് വന്നത്. പക്ഷേ ഈ സുരക്ഷാ വീഴ്ച അടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടും തുടർന്നുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടും അത് ആഭ്യന്തര വകുപ്പിന് പരിഗണിക്കാൻ കഴിയുന്നതാണ്. സാങ്കേതികമായി തന്നെ ഈ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിലയിരുത്തൽ നടത്തുകയും ഒരു പരിശോധന നടത്തുകയും സുരക്ഷ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കാനും ആഭ്യന്തര വകുപ്പിന് കഴിയും സാങ്കേതികമായി എന്നുള്ളതാണ്. അതിൽ ഇനിയിപ്പോൾ ആഭ്യന്തര വകുപ്പാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഏകദേശം കൃത്യമായി പറഞ്ഞാൽ 14 ദിവസം പിന്നിട്ടിരിക്കുന്നു സംസ്ഥാന പോലീസ് മേധാവി ഒരു റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിട്ട് ഇതേവരെ അതിലൊരു തീരുമാനമെടുത്തിട്ടില്ല. ഇന്നത് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേവരെ ആ നടപടി നടന്നിട്ടുമില്ല. അപ്പോൾ ആഭ്യന്തര സെക്രട്ടറിക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് കാര്യങ്ങൾ എന്നുള്ളതിന്റെ സൂചന കൂടിയാണത്. അപ്പോൾ ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം, സുരക്ഷ കൂട്ടണമെങ്കിൽ അത് പരിശോധിക്കണം, അല്ലെങ്കിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണമെങ്കിൽ അതും ചെയ്യേണ്ടത് ഇനിയിപ്പോൾ എന്തായാലും ആഭ്യന്തര മന്ത്രി തന്നെയാണ് എന്നുള്ളതാണ് അതിൽ വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ 2 ആഴ്ച കാലമൊന്നും ഒരു റിപ്പോർട്ടിൽ ഒരു നടപടിയും എടുക്കാതെ ആഭ്യന്തര സെക്രട്ടറിക്ക് ഇരിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല ഏറ്റവും അധികം സുരക്ഷയുണ്ടെന്ന് പറയുന്ന കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം സ്വത്തുക്കൾ ഉണ്ട് എന്ന് പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് ഇത്തരത്തിൽ ഗുരുതരമായ പരാമർശങ്ങളുള്ള റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആഭ്യന്തര മന്ത്രിയുടെ ഒരു നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടത്. അതായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ഏറ്റവും നിർണായകമാവുക. മാധു, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അമൂല്യ വസ്തുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന റിപ്പോർട്ടിനെ തുടർന്ന് അന്വേഷണം നടത്തുകയും പോലീസ് മേധാവി തന്നെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകുകയും അവിടുത്തെ സുരക്ഷാ വീഴ്ചയുടെ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊട്ടാരവുമായി ബന്ധപ്പെട്ട ആളുകൾ സുരക്ഷാ പരിശോധനകൾ ലംഘിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് കടക്കുകയും തിരിച്ചിറങ്ങുകയും ചെയ്യുന്നു. 2 ഘട്ടങ്ങളിലും സുരക്ഷാ പരിശോധന നടത്താൻ തയ്യാറാകുന്നില്ല, അതിനുള്ള സൗകര്യം ഒരുക്കപ്പെടുന്നു തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ ഭരണസമിതിയുടെ നിലപാട് വന്നിരിക്കുകയാണ് അവിടെ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്.